Ready, 1, 2, 3, start. Eid Mubarak! ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഈദ് വ്ളോഗായിരിക്കും. ഞാൻ ജർമ്മനിയിലെത്തിയിട്ട് ഫസ്റ്റ് ഈദാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ 3 ഫ്രണ്ട്സ് ഉണ്ട്, മൊത്തം 4 പേര്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനാണ് പരിപാടി. അപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു. നിങ്ങളപ്പോൾ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരും. ഹലോ, ഗുഡ് മോർണിംഗ്, ഈദ് മുബാരക്. ഞാനിപ്പോൾ ഈദിന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ തന്നെ വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ കോഫ്ലാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോണേ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. നമ്മൾ സവാളയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് റൈസിന് വേണ്ടി ബസ്മതി റൈസാണ് ഇവിടെ നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ആക്കൽ. അങ്ങനെ ഒരു ബസ്മതി റൈസിൻ്റെ 1 kg പാക്കറ്റ് എടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് ആവശ്യമുള്ള എക്സ്ട്രാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ പഴയ റൂമിൽ പോകണം. ഞാൻ ഇതിൻ്റെ ഇടയിൽ റൂമൊന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഓൾറെഡി ലഗേജസൊക്കെ മാറ്റി, ബട്ട് ഒരു ബാഗ് മാത്രം പഴയ റൂമിലിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങാനും കൂടെ പോകണം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പോയി കുക്ക് ചെയ്യണം, ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പഴയ താമസിച്ച സ്ഥലത്ത് വെനസ്ഡേ മാർക്കറ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഈ വെനസ്ഡേ മാർക്കറ്റിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അവിടെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്ലവേഴ്സ്, നമുക്കെല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്, പക്ഷേ വെജിറ്റബിൾസും ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ ഫ്രഷ് ആയിരിക്കും, അതുകൊണ്ട് കുറേ ആൾക്കാർ വാങ്ങും. അത് കുറേ വെറൈറ്റി പൂക്കളുണ്ടായിരുന്നു, ട്യൂലിപ്സും ഡാഫഡിൽസും, അങ്ങനെ കുറേ. എനിക്കിങ്ങനെ പൂക്കൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടാലും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസിൻ്റെ ഒക്കെ സ്റ്റാൾസ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ നടന്ന് ഞാൻ എൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. എനിക്കിനി പോയി പെട്ടി എടുക്കണം. സോ നമ്മൾ റൂമിലെത്തി, ലാസ്റ്റ് പെട്ടിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ ഇറങ്ങുവാണ് ഇവിടുന്ന്. സോ നമ്മൾ ഈ സ്ഥലമൊക്കെ മിസ്സാവും. ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരുടെ ഓരോ ഫോട്ടോസ് അവിടെ ഇങ്ങനെ അവർ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഫോട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ അവിടെ വരും. ഫ്രണ്ട്സ് അവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വരാം, പെട്ടിയൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരാണ് വന്ന് പെട്ടിയൊക്കെ മുകളിൽ നിന്ന് താഴത്തേക്ക് ആക്കിയത്. അപ്പോൾ പിന്നെ എനിക്ക് സുഖമായി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. എനിക്കിനി ചിക്കൻ വാങ്ങാൻ പോകണമായിരുന്നു. അവർക്കും വേറൊരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സെയിം ഡയറക്ഷനിലേക്കായിരുന്നു പോകേണ്ടത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി, അവിടെ സ്ഥലം എത്തി. അങ്ങനെ കുറച്ച് പേര് കടയിൽ, വേറെ ആക്ഷൻ എന്ന് പറഞ്ഞ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ പോയി ചിക്കനൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഹലോ, അപ്പോൾ നമ്മൾ രാവിലത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നവ്യയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണത്. നമ്മൾ ചിക്കനെല്ലാം ഇതിലുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി ഫുഡ് കഴിക്കും. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതൊക്കെയാണ് നമ്മുടെ ഈദ് സെലിബ്രേഷൻ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത്തവണ നമ്മളെക്കായി മുന്നേ ആയിരുന്നു ഈദ്. അവർക്ക് 29 നോമ്പല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ അവിടെ വൈകുന്നേരമൊക്കെ ആയി. നാട്ടിലെ ഈദ് സെലിബ്രേഷൻസൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടെ എത്തി. നമ്മൾ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചൊരു 30 minutes മതിയാവും ഗ്രില്ലൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചു സാധനം. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റൈസ് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് നവ്യ റൈസൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെയ്ച്ചോറ്, ബിരിയാണിയൊക്കെ പോലെയാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ നവ്യ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. അങ്ങനെ ചോറൊക്കെ കുക്കറിലാക്കി സെറ്റാക്കി ഒരു വിസിലൊക്കെ അടിച്ചപ്പോഴത്തേക്കും റെഡിയായി. നമ്മൾ ചോറൊക്കെ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ ചൂടാക്കാണ്. എന്ത് നവ്യ ഈ സവാള ഇടല്ലോ.
അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം ഗ്രില്ലായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. Let's eat. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, കഴിച്ചാലോ? ഒന്ന് നിർത്തോ പോകുമ്പോളേ? ഫുഡ് കഴിച്ചാലോ? ഞങ്ങളപ്പോ ഫുഡ് കഴിക്കട്ടെ. കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞിട്ട് വേണം. ചിക്കൻ കറി വിഷയം. ചിക്കൻ സൂപ്പ് കൺസിസ്റ്റൻസി പൊളിയാ, കറക്റ്റാ. ചിക്കൻ ടെൻഡർ. മറ്റേ ഫ്രൈയോ? ഞാൻ അതേ ചോറും ചിക്കൻ ഹലീമും കഴിക്കുന്നു. ഞാനും ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. Oh my goodness. കറക്റ്റാ, ക്രഞ്ചി ആയിട്ടുണ്ട്. ഏതാ? ചിക്കൻ ഫ്രൈ. ജർമ്മനിയിലെ ഫസ്റ്റ് ഇതാണ്. നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും നല്ല നാരങ്ങ അച്ചാറും കൂടി ഒരു പിടുത്തം. കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിഷ്യൂ കഴിഞ്ഞ് പോരട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചെറി ബ്ലോസംസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ പിക്ക് എടുക്കാൻ പോവാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെയാണ് വന്നേക്കണത്. ഇവിടെ ഈ ചെറി ബ്ലോസം ഒക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. നമ്മളെല്ലാവരും ഇപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ കോളേജിൽ ചെറി ബ്ലോസം. ഇനി ഞാൻ ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. ഇതാണ് നവ്യ. ഹലോ. ഇതാണ് നവനീത്. ഇതാണ് ഫെബിൻ. ഹലോ. നമ്മളെല്ലാവരും സെയിം കോഴ്സാണ് പഠിക്കുന്നത്. ഈ രണ്ട് ചെക്കന്മാര് പുതിയതായിട്ട് വന്നതാണ്. നമ്മളിവിടെ തന്നെ ഉള്ളവരാണ്. നമ്മയാണ് സീനിയർ. നമ്പി ഓടിക്കും. മാർക്കറ്റ് പിടിച്ചു. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഞാൻ നീഴലായി മാറും കണ്ണിൽ തേച്ചു. പബ്ലിക് പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞു. നാട്ടിലിപ്പോൾ ആക്ച്വലി അവർക്ക് 29 നോമ്പ് കിട്ടിയോണ്ട് നാട്ടിലെ ഈദ് ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഫുൾ 30 days ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലെ ഈദൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ രാത്രിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്കിവിടെ വൈകുന്നേരം ആയിട്ടുള്ളൂ. എല്ലാവരും വിളിച്ചായിരുന്നു രാവിലെയൊക്കെ തന്നെ. അങ്ങനെ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഒന്ന് കുഞ്ഞ് ഈദ് വ്ളോഗായിരുന്നു. നാട്ടിലെ പോലെ എല്ലാവരും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.